അങ്ങനെ ആ പാട്ട് പാടിയാണ് ഞാൻ സ്റ്റേജിൽ ആദ്യമായിട്ട് കയറുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസ്. അതെ അതെ. അങ്ങനെ അവിടെ ചെന്ന് അങ്ങനെയാണ് പിന്നെ അപ്പോൾ അന്ന് ഈ സ്റ്റേജ് നമ്മളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അതുള്ള കുറച്ച് ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആനിവേഴ്സറിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടെ നാട്ടിൻപുറം എന്ന് പറയുന്ന ഇന്നത്തെ പോലെയല്ല. എന്നാൽ ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞാൽ ആ പരിസരത്തുള്ള മുഴുവൻ ആളുകൾ വരും, കുറച്ച് ആളുകളാണ്. അപ്പോൾ ഞങ്ങളുടെ വലിയൊരു ഗ്രൗണ്ടാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ. ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്ന സെൻറ് മേരി മാഗ്ദലിൻ പള്ളിയുടെ തൊട്ടടുത്തുള്ള സെൻറ് മേരി സ്കൂളാണ്, സെൻറ് മേരീസ് മൂത്തേടം എന്ന് പറയും. അപ്പോൾ അവിടുത്തെ നാട്ടിലും ഒരു മെയിൻ സ്കൂളും കൂടിയാണ്. അവിടുത്തെ ഉള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെ എല്ലാ മക്കളും പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ 1500 കുട്ടികളോളം ഉണ്ട് അവിടെ. ഇന്ന് അത്രയും കുട്ടികളൊന്നും ഇല്ല. അപ്പോൾ അവിടെ ആ പരിസരത്തുള്ള കുട്ടികളുടെ മുഴുവനും പാരൻസും അവരെല്ലാവരും ഉണ്ടാകും സ്റ്റേജിന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി. അപ്പോൾ ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ ഞാനന്ന് പാടി കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഞാൻ പാട്ടുകാരനാണെന്നും പാട്ട് പാടും എന്നൊക്കെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പാടിയാൽ വലിയ കുഴപ്പമില്ല, തെറ്റില്ല, ആൾക്കാർ സമ്മതിക്കുന്നുണ്ട്, പാട്ടുകാരനാണെന്ന് അംഗീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായത് അങ്ങനെ.